എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഫ്രാൻസിലും റഷ്യയിലും അമേരിക്കയിലുമൊക്കെ വിപ്ലവം നടന്നതുപോലെ നിലവിലെ സാമൂഹിക മാറ്റത്തിന് വേണ്ടി ചൈനയിലും വിപ്ലവം നടന്നു. വിദേശാധിപത്യത്തിനും രാജവാഴ്ചക്കും എതിരായ വിപ്ലവങ്ങൾക്ക് 20-ാം നൂറ്റാണ്ടിൽ ചൈന സാക്ഷ്യം വഹിച്ചു. ലോകത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ നടപ്പിലാക്കിയതിൽ നിന്ന് വ്യത്യസ്തമായ രണ്ട് നയങ്ങൾ യൂറോപ്യൻ രാഷ്ട്രങ്ങളും അമേരിക്കയും ഉൾപ്പെട്ട കൊളോണിയൽ ശക്തികൾ ചൈനയിൽ സ്വീകരിച്ചു. അവ കറുപ്പ് വ്യാപാരവും തുറന്ന വാതിൽ നയവുമായിരുന്നു. ചൈനയിൽ സ്വീകരിച്ച വ്യത്യസ്തമായ രണ്ട് വഴികളാണ് കറുപ്പ് വ്യാപാരവും തുറന്ന വാതിൽ നയവും. ഇനി കറുപ്പ് വ്യാപാരം എന്താണെന്ന് നോക്കാം. ചൈനീസ് ഉൽപ്പന്നങ്ങളായ പട്ട്, തേയില, മൺപാത്രങ്ങൾ എന്നിവയ്ക്ക് യൂറോപ്പിൽ വളരെയധികം ജനപ്രീതി ഉണ്ടായിരുന്നു. ഇവയുടെ കയറ്റുമതിയിലൂടെ ചൈന വൻതോതിൽ ലാഭം നേടി. എന്നാൽ ചൈനയിലേക്ക് ഇറക്കുമതി ഇല്ലാതിരുന്നതിനാൽ യൂറോപ്യൻ വ്യാപാരികൾക്ക് നഷ്ടം സംഭവിച്ചു. ഇത് പരിഹരിക്കാൻ ഇംഗ്ലീഷ് വ്യാപാരികൾ ചൈനയിലേക്ക് ലഹരി പദാർത്ഥമായ കറുപ്പ് ഇറക്കുമതി ചെയ്തു. ഇത് ചൈനയുടെ വ്യാപാരത്തെയും ഇതിൻ്റെ ഉപയോഗം ചൈനീസ് ജനതയുടെ മാനസിക നിലയെയും പ്രതികൂലമായി ബാധിച്ചു. എന്താണ് കറുപ്പ് വ്യാപാരം എന്ന് നമുക്ക് ഒന്നുകൂടി നോക്കാം. ചൈനീസ് ഉൽപ്പന്നങ്ങളായ പട്ട്, തേയില, മൺപാത്രങ്ങൾ എന്നിവയ്ക്ക് യൂറോപ്പിൽ വളരെയധികം ഡിമാൻഡ് ഉണ്ടായിരുന്നു. ഇവയുടെ കയറ്റുമതിയിലൂടെ ചൈന വൻതോതിൽ ലാഭം നേടുകയും ചെയ്തു. എന്നാൽ ചൈനയിലേക്ക് ഇറക്കുമതി ഇല്ലാത്തതിനാൽ ഇത് യൂറോപ്യൻ വ്യാപാരികളെ ദോഷകരമായി ബാധിച്ചു. അവർക്ക് നഷ്ടം സംഭവിക്കാൻ ഇത് ഇടയാക്കി. ഇത് പരിഹരിക്കാൻ ഇംഗ്ലീഷ് വ്യാപാരികൾ ചൈനയിലേക്ക് ലഹരി പദാർത്ഥമായ കറുപ്പ് ഇറക്കുമതി ചെയ്തു. ഇത് ചൈനയുടെ വ്യാപാരത്തെയും ഇതിൻ്റെ ഉപയോഗം ചൈനീസ് ജനതയുടെ മാനസിക നിലയെയും പ്രതികൂലമായി ബാധിച്ചു. ഇതോടെ സാമ്പത്തികമായും മാനസികമായും ചൈനക്കാർ അടിമത്തത്തിലായി. ഒന്നോർത്തു നോക്കൂ, എത്ര വൃത്തികെട്ട മാർഗങ്ങളിലൂടെയാണ് യൂറോപ്യന്മാർ അധിനിവേശം നടപ്പിലാക്കാൻ ശ്രമിക്കുന്നതെന്ന്. ഏത് രീതിയിലൂടെ ആയാലും അവർക്ക് കുഴപ്പമില്ല, അധികാരം കിട്ടിയാൽ മാത്രം മതി എന്ന ചിന്ത എത്രത്തോളം കഷ്ടമാണ്. ഇനി നമുക്ക് തുറന്ന വാതിൽ നയം എന്താണെന്ന് നോക്കാം. 19-ാം നൂറ്റാണ്ടിന്റെ അവസാനമാകുമ്പോൾ നിരവധി യൂറോപ്യൻ രാജ്യങ്ങൾ ചൈനയിൽ വ്യാപാരാനുകൂല്യങ്ങൾ കരസ്ഥമാക്കി. എന്നാൽ ഈ സമയത്ത് ചൈനയിൽ ശ്രദ്ധിക്കാൻ കഴിയാതിരുന്ന അമേരിക്കയ്ക്ക് ഈ ആനുകൂല്യങ്ങൾ ലഭിച്ചില്ല. തുടർന്ന് അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ആയിരുന്ന ജോൺ ഹേയ് പ്രഖ്യാപിച്ച നയമാണ് തുറന്ന വാതിൽ നയം. ഈ നയം അനുസരിച്ച് ചൈനയുടെ കമ്പോളങ്ങളിൽ എല്ലാ രാജ്യങ്ങൾക്കും തുല്യ അവകാശവും അവസരവും ഉണ്ടെന്ന് അമേരിക്ക വാദിച്ചു. ചുരുക്കി പറഞ്ഞാൽ ചൈനയുടെ കാര്യത്തിൽ ചൈനക്കല്ലാതെ മറ്റു രാജ്യങ്ങൾക്കെല്ലാം അധികാരമുണ്ട്. ഇനി നമുക്ക് തുറന്ന വാതിൽ നയം എന്താണെന്ന് ഒന്നുകൂടി നോക്കാം. 19-ാം നൂറ്റാണ്ടിന്റെ അവസാനമായപ്പോൾ നിരവധി യൂറോപ്യൻ രാജ്യങ്ങൾ ചൈനയിൽ വ്യാപാരാനുകൂല്യങ്ങൾ കരസ്ഥമാക്കി. എന്നാൽ ഈ സമയത്ത് ചൈനയിൽ ശ്രദ്ധിക്കാൻ കഴിയാതിരുന്ന അമേരിക്കക്ക് ഈ ആനുകൂല്യങ്ങൾ ലഭിച്ചില്ല. തുടർന്ന് അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ജോൺ ഹേയ് പ്രഖ്യാപിച്ച നയമാണ് തുറന്ന വാതിൽ നയം. ഈ നയം അനുസരിച്ച് ചൈനയുടെ കമ്പോളങ്ങളിൽ എല്ലാ രാജ്യങ്ങൾക്കും തുല്യ അവകാശവും അവസരവും ഉണ്ടെന്ന് അമേരിക്ക വാദിച്ചു. ചുരുക്കി പറഞ്ഞാൽ ചൈനയുടെ കാര്യത്തിൽ ചൈനക്കല്ലാതെ മറ്റു രാജ്യങ്ങൾക്കെല്ലാം അധികാരമുണ്ട്. എത്ര കഷ്ടതയാണ്! ചൈന വിവിധ രാജ്യങ്ങളുടെ സ്വാധീന മേഖലകളായി വിഭജിക്കപ്പെട്ടു. അമേരിക്കക്ക് ചൈനയിൽ ഇടപെടാൻ അവസരം ഒരുക്കുക എന്നതായിരുന്നു ഈ നയത്തിന്റെ ലക്ഷ്യം. എന്നാൽ അത്ഭുതം എന്നത് ചൈന ഭരിച്ചിരുന്ന മഞ്ചു രാജവംശം. ചൈന ഭരിച്ചിരുന്ന രാജവംശത്തിന്റെ പേര് മഞ്ചു രാജവംശം വിദേശ ഇടപെടലിനും ആധിപത്യത്തിനും അനുകൂലമായ നിലപാടാണ് സ്വീകരിച്ചത്. ചൈനയിൽ പ്രവർത്തിച്ചിരുന്ന ചില രഹസ്യ സംഘടനകൾ ഇതിനെതിരെ
1900 കലാപം സംഘടിപ്പിച്ചു. ബോക്സർമാരുടെ മുഷ്ടിയായിരുന്നു അവരുടെ മുദ്ര. ഇത് ബോക്സർ കലാപം എന്നറിയപ്പെട്ടു. എന്താണ് നമ്മൾ പറഞ്ഞത്? രഹസ്യ സംഘടനയുടെ മുഖമുദ്ര എന്നത്, അവരുടെ മുദ്ര എന്നത് ബോക്സർമാരുടെ മുഷ്ടിയായിരുന്നു. ഇത് ബോക്സർ കലാപം എന്നറിയപ്പെട്ടു. പരാജയപ്പെട്ടെങ്കിലും പിൽക്കാല വിപ്ലവങ്ങൾക്ക് ബോക്സർ കലാപം ശക്തി പകർന്നു. 1911 ഡോക്ടർ സൺ യാത് സെന്നിന്റെ നേതൃത്വത്തിൽ മഞ്ജു രാജഭരണത്തിനെതിരായി ചൈനയിൽ വിപ്ലവം നടന്നു. ഇത് ചൈനയിൽ രാജവാഴ്ചക്ക് അന്ത്യം കുറിച്ചു. തുടർന്ന് ദക്ഷിണ ചൈനയിൽ സൺ യാത് സെന്നിന്റെ നേതൃത്വത്തിൽ കുമിന്താങ് പാർട്ടി ഒരു റിപ്പബ്ലിക് ഭരണം സ്ഥാപിച്ചു. സൺ യാത് സെൻ പ്രാധാന്യം നൽകിയ 3 ആശയങ്ങൾ: ദേശീയത, ജനാധിപത്യം, സോഷ്യലിസം. സൺ യാത് സെന്നിന്റെ പ്രധാന ആശയങ്ങൾ എന്നത് ദേശീയത, ജനാധിപത്യം, സോഷ്യലിസം. സൺ യാത് സെന്നിന്റെ ആശയങ്ങൾ എന്നത് ദേശീയത, ജനാധിപത്യം, സോഷ്യലിസം എന്നിവയായിരുന്നു. അവ എന്താണെന്ന് നോക്കാം. ദേശീയത എന്നാൽ മഞ്ചൂറിയൻ പ്രദേശക്കാരായ മഞ്ചു രാജവംശത്തെയും സാമ്രാജ്യ ശക്തികളെയും പുറത്താക്കുക. ജനാധിപത്യം എന്ന ആശയം കൊണ്ട് ഉദ്ദേശിച്ചത് ജനാധിപത്യ ഭരണം സ്ഥാപിക്കുക എന്നതും, സോഷ്യലിസം എന്നതുകൊണ്ട് മൂലധനത്തെ നിയന്ത്രിക്കുകയും ഭൂമി തുല്യമായി വിതരണം നടത്തുകയും ചെയ്യുക എന്നതുമായിരുന്നു ഉദ്ദേശിച്ചത്. പടിഞ്ഞാറൻ രാജ്യങ്ങളുമായി സമത്വം വേണമെന്നാവശ്യപ്പെട്ട സൺ യാത് സെൻ ചൈനയുമായി വിദേശികൾ ഒപ്പിട്ട അന്യായമായ ഉടമ്പടികൾ റദ്ദാക്കാൻ തീരുമാനിച്ചു. കൃഷിയുടെയും വ്യവസായത്തിൻ്റെയും പുരോഗതിക്കാവശ്യമായ നടപടികൾ കുമിന്താങ് റിപ്പബ്ലിക് സ്വീകരിച്ചു. റഷ്യയുടെ സഹായം വിവിധ മേഖലകളിൽ ചൈനയ്ക്ക് ലഭിക്കുകയും ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിക്കുകയും ചെയ്തു. ആദ്യകാലത്ത് കുമിന്താങ്ങുകളുടെയും കമ്മ്യൂണിസ്റ്റുകളുടെയും സഹകരിച്ചാണ് മുന്നോട്ട് പോയിരുന്നത്. എങ്കിലും സൺ യാത് സെന്നിന്റെ മരണത്തെ തുടർന്ന് ചിയാങ് കൈഷക് ആരാണ് സൺ യാത് സെന്നിന്റെ മരണത്തെ തുടർന്ന് അധികാരം ഏറ്റെടുത്തത്? ചിയാങ് കൈഷക് ഭരണത്തിന്റെ തലവനായി വന്നതോടെ ആ സഹകരണം ഇല്ലാതായി. ചിയാങ് കൈഷക് ചൈനയിൽ സൈനിക ഏകാധിപത്യ ഭരണത്തിനു തുടക്കം കുറിച്ചു. കമ്മ്യൂണിസ്റ്റുകളുമായുള്ള സഹകരണം ഉപേക്ഷിക്കുകയും ഉപേക്ഷിച്ച അദ്ദേഹം അമേരിക്കയടക്കമുള്ള വിദേശ ശക്തികൾക്ക് ചൈനയിലേക്ക് വരാനും എല്ലാ കാര്യങ്ങളിലും ഇടപെടാനും അവസരം നൽകി. ചൈനയുടെ കൽക്കരി, ഇരുമ്പ് വ്യവസായങ്ങൾ, ബാങ്കിംഗ്, എന്തിനു പറയുന്നു വിദേശ വ്യാപാരം തുടങ്ങിയ മേഖലകളെല്ലാം നിയന്ത്രിച്ചിരുന്നത് വിദേശ ശക്തികളായിരുന്നു. ചിയാങ് കൈഷിന്റെ നയങ്ങളെ കമ്മ്യൂണിസ്റ്റുകാർ എതിർത്തതിനെ തുടർന്ന് അവരെ ക്രൂരമായി അടിച്ചമർത്തി. ഈ സമയം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവായി മാവോ സേതുങ് ഉയർന്നു വന്നു. 1934 കമ്മ്യൂണിസ്റ്റുകൾ മാവോയുടെ നേതൃത്വത്തിൽ തെക്കൻ ചൈനയിലെ കിയാങ്സിയിൽ നിന്ന് ഒരു യാത്ര ആരംഭിച്ചു. നിരവധി പ്രതിസന്ധികളെ അതിജീവിച്ച അതിസാഹസികമായ ഈ യാത്ര അവസാനിച്ചത് വടക്ക് പടിഞ്ഞാറ് യെനാനിലായിരുന്നു. ഈ യാത്രയിലുടനീളം ധാരാളം കൃഷിഭൂമികളും അനേകം ഗ്രാമങ്ങളും പ്രഭുക്കന്മാരിൽ നിന്ന് പിടിച്ചെടുത്ത് കർഷകർക്ക് നൽകി. ഏകദേശം 12,000 കിലോമീറ്റർ സഞ്ചരിച്ച ഈ യാത്ര ലോങ് മാർച്ച് എന്നറിയപ്പെടുന്നു. ഇതിന്റെ ഫലമായി വിദേശാധിപത്യത്തിനെതിരായ ചൈനീസ് ജനതയുടെ പോരാട്ടത്തിന്റെ പ്രതീകമായി കമ്മ്യൂണിസ്റ്റുകളും മാവോ സേതുങ്ങും മാറി. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള ചുവപ്പ് സേന
കുമിന്താങ് ഭരണത്തിൻ്റെ കേന്ദ്രം കൈക്കലാക്കിയതിനെ തുടർന്ന് ചിയാങ് കൈഷക് തായ്വാനിൽ രാഷ്ട്രീയ അഭയം നേടി. 1949 ഒക്ടോബർ 1 ചൈന മാവോ സേതുങ്ങിൻ്റെ നേതൃത്വത്തിൽ ജനകീയ ചൈന റിപ്പബ്ലിക്കായി മാറി. സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ട ജനത ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നടത്തിയ വിപ്ലവങ്ങളെക്കുറിച്ചാണ് നമ്മൾ ലോകത്തെ സ്വാധീനിച്ച വിപ്ലവങ്ങൾ എന്ന ഈ പാഠഭാഗത്തിൽ പഠിച്ചത്. ഇതിലൂടെ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം, ഫ്രഞ്ച് വിപ്ലവം, റഷ്യൻ വിപ്ലവം, ലാറ്റിൻ അമേരിക്കൻ വിപ്ലവം, അവസാനമായി ഇന്ന് ചൈനീസ് വിപ്ലവവും എന്താണെന്ന് പഠിച്ചു. ഈ പാഠഭാഗത്തിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും ഇംഗ്ലീഷ് മീഡിയം കുട്ടികൾക്കും മലയാളം മീഡിയം കുട്ടികൾക്കും വെവ്വേറെയായി ഷോർട്സിൽ അടുത്ത വീഡിയോ ആയിട്ട് കൊടുക്കുന്നുണ്ട്. കൂടുതൽ ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യനുമായിട്ട് അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം. അതുവരേക്കും ഗുഡ് ബൈ.